സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകണം. സോ ഇന്ന് പോകുന്നത് എക്സ്പൾസിനാണ്, 3 ടൺ അല്ല. അപ്പോൾ അവനോട് ഇരിക്കാം. ഇതിന് കുറച്ച് ബ്രേക്ക് പാഡിന് കുറച്ച് സീനുണ്ട്. ബ്രേക്ക് പാഡ് തീർന്നു. സോ നമുക്കിന്ന് എക്സ്പൾസിന് പോകാം. ഇതിൻ്റെ അത് ഫ്യൂവലില്ല, അപ്പോൾ ഇനി പെട്രോൾ അടിക്കണം. ഫസ്റ്റ് പെട്രോൾ അടിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം എൻ്റെ സീറ്റാണ്. സീറ്റ് ഭയങ്കര ഷോവാണ്. ഭയങ്കര ഷോവെന്ന് വെച്ചാൽ ഭയങ്കര ഷോവാണ് എൻ്റെ സീറ്റ്. ഒരുമാതിരി പാറക്കഷ്ടത്തിൽ ഇരിക്കുന്ന പോലെ. ഒരു 30-40 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ അയ്യോ, ഗ്ലൗസ് എടുത്തില്ല. ഷിറ്റ്, ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വെളി വെച്ചിട്ടുണ്ടെന്നൊന്ന്. ഓ, ഞാൻ ഗ്ലൗസ് എടുത്തിട്ട്. സോഗൈസ്, അപ്പോൾ ഗ്ലൗസ് കിട്ടി. ഇത് ലിഫ്റ്റിൽ കിടക്കുകയായിരുന്നു. എൻ്റെ ഫോൺ ഇപ്പോൾ വന്നുകൊണ്ട് കിട്ടിയില്ല. എവിടെയും പോയാൽ മീൻസ് ആരെങ്കിലും എടുത്തിട്ട് പോയാൽ. അപ്പോൾ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ആ ഒരു ഇൻഫോ പാർക്കിൻ്റെ അങ്ങോട്ടുള്ള ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ അതിലേ കയറി നേരെ സീപോർട്ട് എയർപോർട്ട് റോഡ് കൂടിയിട്ട് വേണം ഏറ്റുമാനൂർക്ക് പോകാം. ഞാൻ ഏറ്റുമാനൂർ റൂട്ട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിലേ പോകാം. ഇത് റോഡിൽ കൂടെ ഓടിക്കുന്നതിനേക്കാളും സുഖം റോഡില്ലാത്തടത്തോടെ ഓടിക്കുന്നതാണെന്ന് തോന്നുന്നു. കിടില, എനിക്ക് ഈ വണ്ടി ഇഷ്ടമാണ്. എടുത്താൽ കൊള്ളാമെന്നുണ്ട്. മീൻസ് 3 ടൺ വെച്ചോട് ഒരെണ്ണം എടുത്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിന് പവർ ഇല്ലെന്നുള്ളതാണ് ആകെ ഒരു സീൻ. പവറില്ല, അതായത് നമുക്ക് ജെറ്റിടാവുന്ന പറ്റുകയില്ല. പക്ഷേ മയത്തിലൊക്കെ ഓഫ് റോഡ് അടിച്ചു. ഇതേപോലെ ഇത് ഏത് എങ്ങോട്ടായി കയറി വരുന്നത് മൈ? എടാ മൈലാണ്ടി, നമ്മുടെ കയ്യിൽ 3 ടൺ ഉണ്ടല്ലോ. സോറി, എക്സ്പൾസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇനി ഇതിവിടുന്ന് നേരെ ലെഫ്റ്റ് കയറി പോകണം. പിന്നെ ഇവിടെ കാക്കനാട് താമസിക്കുന്നവരൊക്കെയാണ് ഈ വഴി ചിലപ്പോൾ അറിയായിരിക്കും. ഇതിവിടെ പക്ഷേ ചെറിയ രീതി വഴിപ്പണിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഈ വണ്ടി ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, ഡോണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അവൻ്റെ കയ്യിൽ ഞാൻ ചുമ്മാ എടുത്താണ്. മീൻസ് എൻ്റെ വണ്ടിയിൽ ബ്രേക്ക് പാഡ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്തിട്ട് പോകുന്നതാണ്. ഇതിനാകുമ്പോൾ പെട്രോളും കുറച്ചടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ പോയിട്ട് വരണമെങ്കിൽ തന്നെ 1000 രൂപയുടെ പെട്രോൾ വേണം. 70 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട് മാത്രം. ഹൈ ഓഫ് റോഡ് പ്രശ്നമല്ല, എക്സ്പൾസ് ഉണ്ടല്ലോ. ഓ സ്മൂത്ത്, വാട്ട് എ സ്മൂത്ത്, സ്മൂത്ത് ആസ് ഫക്ക്. ഫണ്ണാണ് ഈ സാധനം, ഭയങ്കര ഫണ്ണാണ്. അതിൻ്റെ ഷോക്ക് ഭയങ്കര രസമാണ്. സസ്പെൻഷൻ ഭയങ്കര രസമാണ്. സോ നമുക്ക് ഇതിലേ വേണമെങ്കിലും എടുത്ത് ചാടിച്ചു കൊണ്ടുപോകാം. ഈ വണ്ടി കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഗതി. ഒത്തിരി കെയർ ചെയ്തില്ലെങ്കിലും പൊളിച്ചു കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് സാധനം. പിന്നെ ഞാൻ അധികം പൊളിക്കുന്നില്ല, കാര്യം എൻ്റെ വണ്ടിയല്ല, അവൻ്റെ വണ്ടിയാണ്. സോ ഒരു മയത്തിൽ പോയാൽ മതി. വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ സമയമായി, കാര്യം ലോ ഫ്യൂവലാണ്. സോ ഒരു പമ്പ് തപ്പി നടക്കുകയാണ്. ഇവിടെ ഒരു പമ്പുണ്ട്. അപ്പോൾ പമ്പിൽ കയറി പെട്രോൾ കാച്ചിട്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. ഇവിടുന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പമ്പ് എവിടെയാണോ എന്തോ. ഇവിടെ കയറാം, നമുക്ക് പെട്രോൾ അടിച്ചിട്ടോ. എന്തായാലും പെട്രോൾ മുഖ്യം ബിഗിലേ. എവിടെ അടി ബാ അടി ഇരിക്കാതെ വാ, നാണം പിടിക്കേ വാ. ഇത് അതിന് മുന്നേ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്, ഇഷ്ടം പോലെ ഓടിച്ചിട്ടുള്ള. ഈ വണ്ടിയിൽ ആദ്യം ട്രിപ്പ് പോയത് തന്നെ ഞാനാണ്. അവൻ പോയിട്ടില്ല ഇതുവരെ. അവൻ ഒരു തവണ എന്തോ വയനാടിന്, അവൻ്റെ വീട് വയനാടാണ്. സോ അവിടെ പോയിട്ടുണ്ട്, അല്ലാണ്ട് അവനിത് പോയിട്ടില്ല. ഞാനാണ് ആദ്യം ട്രിപ്പ് പോയത് ഇടുക്കിക്ക്. അന്ന് എൻ്റെ കയ്യിൽ RC ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്നു പോക്ക് ഭയങ്കര ശോകമായതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടാണ് പോയത്. അന്നാണ് ഇതിൻ്റെ സീറ്റിൻ്റെ പവർ എനിക്ക് മനസ്സിലായത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ നിതംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. അമ്മേ, അത്രയ്ക്ക് ഹാർഡാണ് ഇതിൻ്റെ സീറ്റ്. ഓ, പള്ളിയിലാണോ? ഞാനിപ്പോഴേ അസ്വസ്ഥരാണ് എൻ്റെ പുണ്യേട്ടാ. ഗിയർ ഡൗൺ, ആക്സിലേറ്റർ. ഏത് പവറില്ലാത്ത വണ്ടിയാണേലും പവർ തരും. കടയാടി മോനെ, അതാണ് എൻ്റെ പവർ. എൻ്റെ കൂടെ ഉള്ളപ്പോൾ വണ്ടികൾക്കും പവറില്ലാത്ത വണ്ടികൾക്കും പവർ തരണം. അതാണ് എൻ്റെ പവർ, മനസ്സിലായോ?
ഇത് നമുക്ക് കുറച്ച് എൻ്റെ അമ്മച്ചി ഇതെന്താ ഇത് ഇതെന്ത് സാധനം? ഒരു വണ്ടിയുടെ വേറെ വണ്ടി, ആ വണ്ടിയുടെ പുറത്ത് വേറെ എന്തൊരു സാധനം. അവിടെ ഒരു കുഴിയുണ്ട്, അവിടത്തെ കുഴിയിലങ്ങനെ ഇപ്പം പോയി വീട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കാണുകയല്ല, നമ്മളും കാണുകയല്ല. വലിയൊരു കുഴി മാക്സിമം. ഇതെന്താ റോഡിൻ്റെ അടുക്ക് സ്വിമ്മിംഗ് പൂൾ കൊണ്ടു വെച്ച് കിണറ. നമ്മുടെ നാട്ടിൽ കുളം വേണോ റോഡ് വേണോ? എൻ്റെ പോറ്റെ ഇതൂട്ടോ കുഴി കേട്ടോ. അയ്യോ ഇതമ്മോ ഇതെന്ത്? അയ്യോ വലിയ കുഴി. അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ നല്ല തെളിഞ്ഞ സ്കൈ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഈ മരവും കോപ്പും എല്ലാം വെട്ടിക്കളത് കാണട്ടെ. അയ്യോ അതോടോ ഇപ്പം കാണാമോ? നല്ല സൂപ്പർ ആകാശം. അയ്യോ ഇത് ഓഫ് റോഡൊന്നും അല്ല, ഇതൊരു സ്ഥലത്തോട്ട് കയറുന്നൊരു വഴിയാണ്. അയ്യോ എൻ്റെ അമ്മച്ചി കിഡ്നി വരെ ഇളകി പോവല്ലോ. പക്ഷേ നമ്മുടെ കയ്യിൽ എക്സ്പൾസ് ഉണ്ടല്ലോ. ഗ്ലൗസ് എനിക്കങ്ങ് ശരിയാവുന്നില്ല. ഈ കോപ്പ് ബാഗ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു. പക്ഷേ ലാപ്പാണ് ഗൈസ് എൻ്റെ അന്നം, അതുകൊണ്ട് ലാപ്പില്ലാതെ പോക്ക് നടക്കത്തേ ഇല്ല. അപ്പോൾ ഞാൻ ഒരു എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ലാപ്പില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ വീഡിയോസ് ഇല്ല, വീഡിയോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുണ്ട് ഗൈസ്? ആരുമില്ല. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മൊത്തം 24 സബ്സ്ക്രൈബേഴ്സാണ്. ആ സബ്സ്ക്രൈബേഴ്സിന് ആര് വീഡിയോ കൊടുക്കും? ഈ സാധനം ഒന്ന് ഊരട്ടെ, ചുമ്മാ പറഞ്ഞ ഈ സാധനം ഒന്ന് ഊരട്ടെ. ഇവിടെ ഒരു തണലുണ്ട്, വെയിലത്ത് നിർത്തി എൻ്റെ പട്ടി വരും. ഓക്കെ ഓഫ് ചെയ്യാം, എൻ്റെ ഉരുണ്ടു. അപ്പോൾ ഗൈസ് ഗ്ലൗസ് അഴിച്ചു പോയി. എന്തൊരു ആശ്വാസം, എന്തൊരു സുഖവും. പക്ഷെ പ്രശ്നം ടാൻ അടിക്കും. ഇപ്പോൾ ഗ്ലൗസ് ഞാൻ ഫ്രണ്ടിൽ തന്നെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഞാനൊരു കറവക്കാരനാണ് ഗൈസ്. ആർക്കായാലും കറക്കാനൊരാഗ്രഹം കാണുമല്ലോ. ഒരു പോലീസ് വണ്ടിയല്ലേ ഫ്രണ്ടിൽ പോകുന്നത്? ശിവനെ തൂക്കുമോ? ആയിട്ട് എൻ്റെ കയ്യിൽ ക്യാമറ മാത്രമേ ഉള്ളൂ. ഉള്ള തൂക്കിയെന്ന് തോന്നുന്നു കേട്ടാ. ഓവർടേക്ക് ചെയ്തതിനൊക്കെ തൂക്കുമോ? അയ്യേ വാള് വെക്കുന്നു. തുപ്പുന്നടാ പട്ടി വണ്ടിക്കകത്തിരുന്ന്. ഓ ഏതോ ഒരു നാറിയ വണ്ടിക്കകത്തിരുന്ന് തുപ്പി ഗൈസ്. ഉണ്ട് കറക്റ്റ് പ്രോപ്പർ ഏറ്റുമാനൂർ ഹൈവേയിലാണ്. അപ്പോൾ നമ്മൾ ഹൈവേ കൂടി ഇനി ഒരു പൊളി പൊളിക്കാം. വലിയ പൊളി പൊളിക്കാൻ പറ്റത്തില്ല ഇതിൽ, എങ്കിലും നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമ്മൾ പൊളിക്കുന്നു. സാധനം എന്ന് ഉദ്ദേശിച്ചത് വണ്ടിയാണ്, അക്ഷരമൊന്നും മാറിയിട്ടില്ല. സോ അപ്പോൾ അത് വെച്ച് നമ്മൾ പൊളിക്കുന്നു. സോ ഗൈസ് നമ്മളപ്പോൾ കുറേ ഇങ്ങനെ വന്ന് വീടിൻ്റെ അടുത്ത് എത്താറായി. സോ ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളൂ ആക്ച്വലി വീട്ടിലോട്ട്. സോ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ, വേറെ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഓൾറെഡി ഞാനൊരു ഔട്ട്രോ അവിടെ വെച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇനി ഞാൻ റെക്കോർഡ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ റെക്കോർഡ് ചെയ്യാൻ ബാറ്ററി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഷോർട്സ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും റെക്കോർഡ് ചെയ്തേക്കാന്ന് ഓർത്തു. അതുകൊണ്ട് പിന്നെ ഔട്ട്രോയും കൂടെ റെക്കോർഡ് ചെയ്യുകയാണ്. സോ മൈക്കൊക്കെ കണക്റ്റഡ് അല്ലേ? അതേന്ന് തോന്നുന്നു. മൈക്കൊക്കെ കണക്റ്റഡ് ആണെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ചപ്പുറത്തോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീടാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.